നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂൺ മാസത്തെ അനിഴ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം മറഞ്ഞിരിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ ആദിത്യനും ബുധനും അഷ്ടമത്തിലാണ്. ഇപ്പോൾ വിശ്രുത ഗുണ എന്ന് പറയുന്ന ഒരു യോഗമുണ്ട്, കീർത്തി കേൾക്കാനായിട്ട് യോഗമുണ്ട്. എന്നാൽ അത്ര അനുകൂലമായി സൽകീർത്തിയാണോ ദുഷ്കീർത്തിയാണോ എന്ന് സംശയമുണ്ട്. ദൈവാധീനക്കുറവുള്ളത് കാരണം കൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. അനിഴ നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല രീതിയിലും സാമ്പത്തികമായിട്ടുള്ള നഷ്ടം പോലെയുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർ അപ്രിയമായിട്ട് സംസാരിക്കുന്നത് കേൾക്കാനിട വരിക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം. കാരണം കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് ലഗ്നാധിപതിയാണെങ്കിൽ പോലും ഘടനകാരകനായിരിക്കുന്ന കേതുവിൻ്റെ ഒരു യോഗമുണ്ട്. അപ്പോൾ തൊഴിലിൽ പ്രതീക്ഷിക്കാത്ത മുടക്കങ്ങൾ സംഭവിക്കാനുള്ള ഒരു യോഗമാണ് കാണുന്നത്. കർമാധിപതി നഷ്ടസ്ഥാനത്തേക്ക് പോവുകയും കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ, ലഗ്നാധിപതി നിൽക്കുന്നത് കേതു, ഘടനകാരകനായിരിക്കുന്ന കേതുവിനോട് യോഗം ചെയ്തുമാണ്. അപ്പോൾ തൊഴിലിൽ തടസ്സങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നിവർത്തി സ്ഥാനാധിപതി ആയിരിക്കുന്ന ശുക്രൻ അഷ്ടമത്തിൽ കൂടി പോയത് കാരണമുണ്ട്. അത് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളും ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾക്ക് തടസ്സവും വരാനുള്ളൊരു യോഗത്തെയും കൂടിയാണ് കാണിക്കുന്നത്. 5ാം ഭാവത്തിൽ അലസപ്രേഷ്യ നിര്യാണകാരകനായിരിക്കുന്ന ശനി കൂടി നിൽക്കുമ്പോൾ നിരാശ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, അലസത വർദ്ധിക്കുക, ഒരു കാര്യത്തിനും താല്പര്യമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ടാകുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ ഇരിക്കുക, ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുക. വീട് വിട്ട് നിൽക്കാൻ ഇടവരാൻ സാധ്യതയുണ്ട്. 4 നിൽക്കുന്ന രാഹുവാണ്. വീട്ടിൽ നിൽക്കുമ്പോൾ വിപരീത സ്വഭാവം, സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള തടസ്സങ്ങൾക്ക് യോഗമുള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസുക്താർച്ചന, നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങൾ, ശത്രുദോഷ പരിഹാരം മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. കാരണം ഇവിടെ ലഗ്നാൽ 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനാണ്. ലഗ്നാധിപതി തന്നെയാണ് ശത്രു സ്ഥാനാധിപതി. അപ്പോൾ ശത്രു സ്ഥാനാധിപതി ലഗ്നാധിപതി തന്നെയാകുന്നു എന്ന് പറയുമ്പോൾ സ്വയം ശ്രദ്ധക്കുറവ് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അവനവൻ്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ടുവരുന്ന സംസാരം, പ്രവൃത്തി, ഇതൊക്കെ അവനവന് ശത്രുതയായി ഭവിക്കാനുള്ള യോഗമാണുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് മാനസികമായിട്ട് ടെൻഷനും സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. അനാവശ്യമായിട്ട് ധനം കളവ് പോകാൻ, അല്ലെ കൈവശം നഷ്ടപ്പെട്ടു പോകാൻ യോഗമുണ്ട്. എന്തെങ്കിലും ചെറിയ കേസ് പോലെയുള്ള പ്രശ്നങ്ങളോ അല്ലെ നിയമപരമായിരിക്കുന്ന വിഷയങ്ങൾ കൊണ്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് കണക്ക് കൂട്ടിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. 7ാം ഭാവാധിപതി 6ൽ നിൽക്കുമ്പം, അതും ദുരിത ഭവനാധിപതിയായിട്ട് നിൽക്കുമ്പോൾ ദാമ്പത്യ സുഖക്കുറവ് എന്ന് പറയുന്ന ഒരവസ്ഥ വരും. അതേപോലെ തന്നെ പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ചെറിയ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ നല്ല സമയമായിട്ട് തന്നെ വേണം. പഠിക്കാനും ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സീറ്റ് കിട്ടാനും ഒക്കെ യോഗമുള്ളൊരു സമയമാണ്. അക്കാര്യത്തിലൊന്നും വലിയ തടസ്സം കാണുന്നില്ല. പക്ഷേ ഭവന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, ചെറിയ കലഹങ്ങൾ, കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാനസിക ടെൻഷൻ വർദ്ധിപ്പിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതേപോലെ കാലിൻ്റെ മുട്ടിന് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ, ഞരമ്പ് സംബന്ധമായിട്ട്, ഹൃദയസ്ഥാനത്തുള്ള ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗം. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധികൾ, ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടാകുക, പ്രതീക്ഷിക്കുന്ന വരുമാനം കിട്ടാതെ ഇരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അപ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധിച്ചും എടുത്തുചാട്ടം ഇല്ലാതെ കണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എടുത്തുചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന ദോഷങ്ങൾ പ്രവൃത്തി മേഖലയിൽ വരാനുള്ള സാധ്യതയുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിഷമം കാണുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.